ഇപ്പം നീ 10 രൂപയ്ക്ക് മേടിച്ചൊരു സാധനം 100 രൂപയ്ക്ക് വിൽക്കുക എന്നുള്ളത് നിൻ്റെ അവകാശമാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നാളെ ഒരു ബിസിനസ്സുകാരനാകാൻ പറ്റുള്ളൂ. വർക്ക് ആൻഡ് വർക്ക്. ആരുടെ അടുത്തും ചെറുതാകാനും ആരുടെ അടുത്തും റിക്വസ്റ്റിംഗ് മോഡിൽ നിൽക്കാനും നമ്മൾ തയ്യാറായിരിക്കും. ശ്രീ രാജു കുര്യൻ സർ, ABC മലയാളം ഇൻ ബിസിനസ്സിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇന്ത്യയിലും വിദേശത്തുമായി പല മേഖലകളിൽ ബിസിനസ് തുടങ്ങുകയും അതെല്ലാം സക്സസ്ഫുൾ ആക്കുകയും ചെയ്ത യുണീസിസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ. എൽസോത്തെ യുണീസിസിൻ്റെ മാത്രമല്ല വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും CMD ആണ്. താങ്കളുടെ ആദ്യത്തെ സംരംഭം എന്തായിരുന്നു? അത് ഒരു വളരെ നല്ല ചോദ്യമാണ്. ആദ്യത്തെ സംരംഭം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. കാരണം ഞാൻ 1987 ബസേലിയസ് കോളേജിൽ, കോട്ടയം ബസേലിയസ് കോളേജിൽ പഠിക്കുമ്പോൾ പാമ്പാടിയിൽ, എൻ്റെ സ്വദേശം കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലാണ്. അപ്പോൾ അവിടെ തുടങ്ങിയ ഒരു ചിട്ടി, ഡെയിലി ചിട്ടി എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഞാൻ ആദ്യമായിട്ട് ഫിനാൻസിങ് എന്ന് പറയാം, ഡെയിലി ചിട്ടി എന്ന് പറയുന്ന ഒരു പരിപാടി. ഏത് കാലഘട്ടത്തിലാണ് സാറേ? അത് 1987 ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പം തുടങ്ങിയ ഒരു പരിപാടിയാണ് ആദ്യത്തെ ബിസിനസ് എന്ന് പറയുന്നത്. ആദ്യത്തെ പാർട്ട് ടൈം ജോലിയാണ്. ആദ്യത്തെ പാർട്ട് ടൈം. കോളേജിൽ നിന്ന് വന്ന ശേഷം നമ്മളൊരു കുഞ്ഞു ബാഗുമൊക്കെ മടിയിൽ വെച്ച് മുണ്ടുമൊക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ നാട്ടിലിറങ്ങി പിരിക്കുക. അതിൽ കിട്ടും കിട്ടാതിരിക്കും, അതിൻ്റെ നഷ്ടവും ലാഭമൊക്കെ പോട്ടെ, അതാണ് ബിസിനസ്. പക്ഷെ അത് നമുക്ക് നൽകിയ ഒരു 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 ഊർജവും അനുഭവവും ഒക്കെ വളരെ വലുതാണ്. ആ ചിട്ടി കമ്പനിക്ക് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് ഏതായിരുന്നു? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് പിന്നെ മാസ്റ്റേഴ്സ് ചെയ്തു. ആ കൂടെ തന്നെ അത് അന്നേരം ഉണ്ട്. മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴും ഒക്കെ ചിട്ടി കമ്പനി ഉണ്ട്. പഠിക്കുന്ന കൂടെ MCOM കഴിഞ്ഞു. MCOM കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചിട്ടി കമ്പനിയുടെ കാര്യം ഒരു തീരുമാനമായി. നാട്ടുകാർ പൈസ മേടിച്ചുകൊണ്ട് പോയിട്ട് കിട്ടാതെ അങ്ങനെ അതൊരു തീരുമാനമായി. എന്നിരുന്നാലും അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ജോലിക്കൊക്കെ എറണാകുളത്ത് വന്നു, കോട്ടയത്ത് ചെയ്തു. അങ്ങനെ നിന്ന് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഗൾഫിന് പോയി 94 ഗൾഫിൽ പോയി. അവിടെ 2 സ്ഥാപനങ്ങൾ ജോലി ചെയ്തു. ഒരു അർജൻറ്റീനിയൻ ബേസ്ഡ്, ആദ്യം ഒരു സൗദി കമ്പനിയിൽ, പിന്നെ അർജൻറ്റീനിയൻ ബേസ്ഡ് ഒരു മൾട്ടിനാഷണൽ കമ്പനി, വളരെ വലിയ കമ്പനി. അവിടെ ജോലി ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അവിടെ ജോലി ചെയ്തതിൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഞാൻ 2000 ആദ്യമായിട്ട് എനിക്ക് അർജൻറ്റീനയ്ക്ക് പോകാൻ പറ്റി, UK പോകാൻ പറ്റി, പിന്നെയും അർജൻറ്റീനയ്ക്ക് പോകാം. അങ്ങനെ നമുക്ക് അന്ന് തൊട്ട് ട്രാവലും കാര്യങ്ങളും അങ്ങനെയുള്ള എക്സ്പോഷർ കിട്ടിയെന്നുള്ളത് വലിയ കാര്യമാണ്. അങ്ങനെ 2003-2004 ആയപ്പോൾ നമ്മൾ എൻജിനീയറിംഗ് കമ്പനി, യുണീസിസ് എൻജിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനി ഫോം ചെയ്തു. പിന്നെ യുണീസിസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ മൈക്രോസോഫ്റ്റും സാപ്പിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊന്ന് SAP ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പം തോന്നി മൈക്രോസോഫ്റ്റ്, SAP അല്ലെങ്കിൽ ഒറാക്കിൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ ടാലി അല്ലാതെ ഇതിൻ്റെ ഒരു മിഡ് സെഗ്മെൻറ്റിലൊരു ERP ഇല്ല. ഞാനൊരു കൊമേഴ്സ് MCOM കാരനാണ്, അപ്പം അക്കൗണ്ട്സ് മാനേജർ. അപ്പോൾ തോന്നിയ ഒരു ബുദ്ധിയിൽ നമ്മുടെ കൊച്ചിയിൽ പനമ്പള്ളി നാറിൽ മനോരമയുടെ അപ്പുറത്ത് 4ാമത്തെ ക്രോസിൽ ഇതുപോലെ ഒരു ഓഫീസൊക്കെ എടുത്ത് 26 പേരെ വെച്ച് ഫുള്ളി എയർ കണ്ടീഷൻഡ് ഓഫീസൊക്കെ ഇട്ട് 2007 സെപ്റ്റംബറിൽ ഒരു IT കമ്പനി തുടങ്ങി. അതിപ്പോഴും ഉണ്ട്, യുണീസിസ് സൊല്യൂഷൻ എന്ന് പറയും. നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം സോഫ്റ്റ്വെയർ ഒക്കെ അവരുടെയാണ്. ആദ്യം തുടങ്ങിയത് യുണീസിസ് എഞ്ചിനീയറിംഗ്. അത് ഇവിടെയാണോ വിദേശത്താണോ? സൗദിയിലാണ്, സൗദി അറേബ്യയിലാണ്. നമ്മൾ 1994 തൊട്ട് ഞാൻ സൗദിയിലാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തേക്കുന്നത്. പിന്നീട് അങ്ങനെ യുണീസിസ് സൊല്യൂഷൻ തുടങ്ങി. എന്താണ് സാറേ യുണീസിസ് എന്ന് പറഞ്ഞാൽ? എന്താണ് യുണീസിസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനി? നമ്മൾ ഈ ഓയിൽ ആൻഡ് ഗ്യാസിലും പെട്രോ കെമിക്കൽ, പൈപ്പ് ലൈൻ അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ ഉള്ള ക്വാളിറ്റി അഷുറൻസിനുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി എഞ്ചിനീയേഴ്സും ക്വാളിറ്റി ഇൻസ്പെക്ഷനും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എന്താണ് സാറേ പേരിൻ്റെ പിന്നിൽ? ആ പേരിൻ്റെ പിന്നിൽ അത് ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ സംഭവിച്ചു. യുണൈറ്റഡ് ടെക്നിക്കൽ ഇൻഡസ്ട്രിയൽ കോൺട്രാക്റ്റിംഗ് കമ്പനി എന്നുള്ള ഒരു സംഗതിയെ നമ്മളൊന്ന് ചുരുക്കി. അപ്പോൾ അതിനൊന്ന് യുണീസിസ് എന്ന് പറയുന്നത് ഒരു ആപ്റ്റായിട്ടുള്ള പേരായിട്ട് തോന്നി. അങ്ങനെ ഒരു ബ്രാൻഡിങ് നെയിം യുണീസിസ് ആയി. പിന്നെ ലോജിസ്റ്റിക്സിൻ്റെ കമ്പനിക്ക് PSL അറേബ്യ എന്നാണ്. അത് പാരഗൺ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്നുള്ളതിൻ്റെ PSL അറേബ്യ എന്നാണ്. അങ്ങനെ ഒരു പേര് അതിട്ടതാണ്, ഇതൊന്നും ഓർത്ത് ചെയ്തതല്ല. ഇപ്പോൾ അത് ജിദ്ദയിലും റിയാദിലും ദമാമിലും ബഹ്റിന്, കുവൈറ്റ്, ദുബായ്, കൊച്ചി എല്ലായിടത്തും ഉണ്ട്. സാർ ഈ ബിസിനസ്സിൽ ഇപ്പോൾ 10-12 രാജ്യങ്ങൾ മേളിലായി ഒരു
പല സ്ട്രഗിളുകളും കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ വന്നേക്കുന്നത്. അതിൽ ഒന്ന് ഓവർകം ചെയ്ത ഒരു അനുഭവം. ഞാനെന്നല്ല ഇപ്പം 2008 ഉണ്ടായ റിസഷൻ, ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലായിട്ടുള്ള റിസഷൻ ഒരു വലിയ സംഭവമായിരുന്നു. അതൊക്കെ പോലെ നമ്മൾ ഓവർകം ചെയ്തു. പക്ഷേ കോവിഡ് ശരിക്കും പേടിപ്പിച്ച ഒരു സംഗതിയാണ്. നമ്മുടെ ഒരു മാസത്തെ നമ്മുടെ ഓവർഹെഡ്സ്, പേറോള് എന്ന് പറയുന്നത് നമുക്ക് വെളിയിൽ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു എമൗണ്ട് വേണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ ആദ്യം ഇരുന്ന്, ഞാനും രമേശ് നമ്പ്യാർ എന്ന് പറയും എൻ്റെ ഫിനാൻസ് മാനേജരും, ഞങ്ങൾ രണ്ടുപേരോട് ഇരുന്ന് ആദ്യത്തെ ഒരു ജൂലൈ വരെയുള്ളൊരു ബഡ്ജറ്റ് ഇട്ടു. 4 മാസത്തേക്ക്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. 4 മാസം കഴിയുമ്പം ഒരു സംഗതിയൊക്കെ വന്നാൽ സാധാരണ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ 4, 8, 12, 16, 20. ശരിക്കും അത് ജീവിതത്തിലെ എല്ലാവർക്കും ശമ്പളം കൊടുക്കാനും, ആരുടെയും ശമ്പളം കട്ട് ചെയ്യാതെയും ആരെയും ഫയർ ചെയ്യാതെയും ആ പീരീഡ് ഒന്ന് കടത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു. നമ്മളൊക്കെ empty handed ആയിപ്പോയി അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക്. എന്നാലും അത് ആ പുഴ നമ്മൾ കടന്ന് കിട്ടി, ആ പാലം കയറി കിട്ടി എന്നുള്ളത് ഭയങ്കര ലൈഫിലെ ഏറ്റവും വലിയ ഒരു സംഭവമാണ്. കാരണം അത്രയും ബുദ്ധിമുട്ട് വേറൊരു ഫീൽഡിലും ഉണ്ടായിട്ടില്ല. ഈ നമ്മുടെ ലൈഫിൽ തന്നെ, എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ തന്നെ അത്രയും ബുദ്ധിമുട്ട്, നമുക്കൊരു അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്, എന്ന് മാർക്കറ്റ് ഓപ്പൺ അപ്പ് ആവും, എന്ന് നമുക്ക് ഫ്രീ ആയിട്ട് മാർക്കറ്റിൽ ഇറങ്ങി നടക്കാൻ പറ്റും, എങ്ങനെ പൈസ മാർക്കറ്റിൽ കിടക്കുന്ന കളക്ട് ചെയ്യും, ഇതാണല്ലോ പ്രശ്നം. ഈ മാർക്കറ്റിൽ കിടക്കുന്ന പൈസ കളക്ട് ചെയ്തിട്ട് നമ്മളൊരു ബിസിനസ്സുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലിരുന്ന് നമ്മുടെ സാധാരണ ഒരു വ്യക്തി കരുതുന്നത് പോലുള്ളൊരു സംഗതിയല്ലല്ലോ. കാരണം 100 രൂപയ്ക്ക് കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തി ഒരു 90 രൂപയ്ക്കോ 80 രൂപയ്ക്കോ ഒരു സാധനം മേടിച്ചിട്ട് അത് വിറ്റിട്ട് അതിൽ നിന്ന് അതിൻ്റെ എക്സ്പെൻസും കഴിഞ്ഞ് അവന് കിട്ടുന്നത് 5, 6, 8, 10 ആയിരിക്കും. പക്ഷേ ഇത് വിറ്റ് പിരിഞ്ഞ് വരണം. ആ വിറ്റ് പിരിഞ്ഞ് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കണം, അല്ലേ? അപ്പോൾ ആ വീതം വെപ്പന എവിടെയെങ്കിലും കുറഞ്ഞു പോയാൽ, അല്ലേ ഉണ്ടായില്ലെങ്കിൽ, ഞാൻ പറയും 15 വർഷം ശമ്പളം കൊടുത്തവനാളിലും മാറി നിന്നിട്ട് നമ്മളെ ചീത്ത പറയും, അല്ലേ? അല്ലേ? അപ്പോൾ അത് ലോകത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഇതുണ്ടാകാതെ രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ ടീഡിയസ് ആയിട്ടുള്ള ജേണി. ആ കോവിഡ് പീരീഡ് ലൈഫിലെ മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ബിസിനസ്സുകാർക്കും എല്ലാവർക്കും ഉണ്ട്. എന്നാൽ നമ്മൾ ഒരു ബ്ലെസ്ഡ് ആണ്. നമ്മൾ ആ പീരീഡിനെ ഒരു ഓവർകം ചെയ്തു, ആരെയും ഹർട്ട് ചെയ്യാതെ. അതിലാണ് കാര്യം. ആരെയും ഹർട്ട് ചെയ്യാതെ ഓവർകം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു. കുറേ നൂലാമാലകളുണ്ടല്ലോ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട്. ഇപ്പം ഒരു ജോലിക്കാരനായി പോയി, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു സാർ, ഇപ്പോൾ ഒരു ജോലിക്കാരനായി വിദേശത്ത് പോയി, അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് ഒരു ബിസിനസ്സുകാരനായി മാറുക എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. അതെങ്ങനെയാണ് സാർ ആ ഒരു തീരുമാനത്തിലേക്ക് എടുത്തത്? അത് ശരിക്കും അതാണ് ജീവിതത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോഴും ഇപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു ബേസിക് തോട്ട് എന്നാ, അവർക്ക് ഒരു ജോലി കിട്ടി, സർക്കാർ ഒരു ജോലി കിട്ടി, തീർച്ചയായിട്ടും ഒരു ടീച്ചറായി, അല്ലെങ്കിൽ ഒരു സർക്കാർ ഒരു ഗവൺമെൻറ് സർവീസിൽ ജോലി, അവരുടെ ജീവിതം ധന്യമായി. റിസ്ക് എടുക്കാൻ ആർക്കും താല്പര്യമില്ല. റിസ്ക് എടുക്കാനല്ല, ജോലി ചെയ്യാൻ പോലും താല്പര്യമില്ല. അവിടെയാണ് പ്രശ്നം. ഇത് ഞങ്ങളൊക്കെ ജോലി ചെയ്ത സമയത്ത് രാവിലെ 7:30 ഓഫീസിലെത്തി, രാവിലെ 8, 9, 10 വരെ ഇരുന്ന് ജോലി ചെയ്ത്, അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ കമ്പനിയുടെ ഓണറേക്കാൾ വലിയ ഓണറായിരുന്നു. അവർ അറിയുന്നില്ല. കാരണം എൻ്റെ കമ്പനി, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി, അന്നത്തെ കമ്പനി $27 ബില്യൺ ടേൺ ഓവറുള്ള കമ്പനി. അതിൻ്റെ ഓണർ അതുവഴി 2 വർഷത്തിലോ 10 വർഷത്തിലോ ഒന്ന് വന്നാലായ അവർ വരുന്നതൊക്കെ വലിയ സൂപ്പർ സെക്യൂരിറ്റി. അങ്ങനെയുള്ള ആൾക്കാരുടെ സ്ഥാപനം നമ്മൾ നടത്തുന്നത് നമ്മുടെ അപ്പൻ്റെ സ്ഥാപനമായിട്ടാണ്. അതാണ് ഓണർഷിപ്പ്. ആ ഓണർഷിപ്പ് എടുത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഈ തലമുറയ്ക്ക് താല്പര്യമില്ല. അവർക്ക് ഈസി മണിയും പെട്ടെന്നുള്ള മണിയും വേണം. അങ്ങനെ ഒരു അവസ്ഥ ലൈഫിനില്ല. ഇത് നമ്മൾ 23 വയസ്സ് വരെ പഠിച്ചു, പിന്നെ ഒരു 5 വർഷമെങ്കിലും പണി പഠിക്കാൻ വേണ്ടി ജോലി എടുക്കണം, പിന്നെ ഒരു 5 വർഷം പ്രൊഫഷണലി നമ്മളൊന്ന് സ്ട്രോങ് ആകണം. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഫ്ലൈ ഉണ്ടാകുന്നത്. ആ സമയത്ത് നമുക്ക് ക്വിറ്റ് ചെയ്യാം, ബിസിനസ് ചെയ്യാം. ഒരു 30-35 വയസ്സിനാകും, അല്ലെങ്കിൽ 38 വയസ്സിനാകും ഇത് ചെയ്യണം. 40 വയസ്സിന് മുമ്പെങ്കിലും ചെയ്യണമെങ്കിൽ 10 വർഷം നമുക്ക് ഓടാനുള്ള ആരോഗ്യം ഉണ്ടാകും, അത് സ്റ്റെബിലൈസ് ചെയ്യാം. അപ്പോൾ അന്നെടുക്കുന്ന തീരുമാനം നമ്മളെന്താ,
ഇന്ന് ഞാൻ ഒരു മാനേജറിയൽ പൊസിഷനിൽ ഈ ചെയറിൽ എൻ്റെ ടേബിൾ ഇവിടെയും കിടന്ന് എന്നെ കാണാൻ ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ ആൾക്കാരെ കാണാൻ പോകാൻ തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥ വേണം. എന്ന് പറഞ്ഞാൽ ഞാൻ കമാൻഡിങ് മോഡിലിരിക്കുന്ന ഞാൻ റിക്വസ്റ്റിംഗ് മോഡിൽ അപ്പുറത്ത് പോയി ഇരിക്കണം, എനിക്കൊരു ബിസിനസ് തരണമെന്നും പറഞ്ഞു. ആ ട്രാൻസ്ഫോർമേഷൻ ആണ് ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാൾ ജോലിക്ക് പോകും, അല്ല എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാൾ ബിസിനസ്സിന് പോകുമ്പോഴത്തിൽ ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ മെൻ്റലി എങ്ങനെ തയ്യാറായിരിക്കണം. ആരുടെ അടുത്തും ചെറുതാകാനും ആരുടെ അടുത്തും റിക്വസ്റ്റിംഗ് മോഡിൽ നിൽക്കാനും നമ്മൾ തയ്യാറായിരിക്കണം. ചെറുതാകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗേറ്റ് ചെല്ലുമ്പം അങ്ങോട്ട് ഗേറ്റ് വിടാൻ നിൽക്കുന്ന സെക്യൂരിറ്റി നമ്മളെ ഗേറ്റ് വിടുകയില്ല. ഒരു സെക്രട്ടറി നമുക്കൊരു അപ്പോയിൻമെൻറ്റ് തരികയില്ല അവിടുത്തെ ബോസുമായിട്ട്. ഇവിടെയൊക്കെ അവനെയൊക്കെ സൂചിപ്പിക്കുക, അവരുമായിട്ട് നല്ല വർത്തമാനം പറയുക, അവരെ പ്ലീസ് ചെയ്യുക, പ്ലീഡ് ചെയ്യുക, അവിടെ കയറി പറ്റുക എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അന്നേരം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പാണ് പ്രശ്നം. ഉണ്ടായിരുന്നൊക്കെ പോയി, മനസ്സിലായില്ലേ? ആ കംഫർട്ട് പോയി, ശമ്പളം പോയി, മറ്റു ഫെസിലിറ്റീസ് പോയി. അപ്പം നമുക്ക് പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ. ഡു ഓർ ഡൈ ആണ്. അപ്പം നമ്മൾ എന്തിനും തയ്യാറായിട്ട് ഇറങ്ങിയാൽ ദർ ഇസ് നോ വേ ടു ഗോ ബാക്ക്, ദർ ഇസ് നോ വെയർ ടു ഗോ ബാക്ക് ഓൾസോ. അപ്പം നമ്മൾ ഫൈറ്ററാകും, ഫൈറ്ററാകുമ്പോൾ സക്സസ് ആകും. സതീഷ്, നമ്മുടെ നാട്ടിൻപുറത്തേക്കൊക്കെ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരു വ്യക്തിനെ പിന്തിരിപ്പിക്കുന്ന ഒരു സ്ഥിരം ഡയലോഗുണ്ട്, ഇത് റിസ്ക് ആണ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കുറച്ച് സാത്വികമായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് എത്തിക്സ് ഇല്ല എന്ന് പറയും, അതുകൊണ്ട് നീ അത് ചെയ്യരുതെന്ന് പറയും. ബിസിനസ് സക്സസ് ആവണമെങ്കിൽ എത്തിക്സ് ഇല്ലാന്ന് അത് പൊതുവിലെ ആളുകൾക്കുള്ള ഒരു ധാരണയാണ്. എന്താണ് സാറിൻ്റെ അതിൽ? അങ്ങനെ ഒരു അവസ്ഥയില്ല. എത്തിക്സോടുകൂടി നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നമുക്ക് കള്ളം പറയാതെ സത്യസന്ധമായിട്ട് ഈ ലോകത്ത് ബിസിനസ് ചെയ്യാം. ബിസിനസ്സിൻ്റെ ലാഭം എന്ന് പറയുന്നത്, ഇപ്പം നീ 10 രൂപയ്ക്ക് മേടിച്ചൊരു സാധനം 100 രൂപയ്ക്ക് വിൽക്കുക എന്നുള്ളത് നിൻ്റെ അവകാശമാണ്. പറഞ്ഞില്ലേ? അതിനകത്ത് മേടിക്കാനുള്ളതും തയ്യാറാണെങ്കിൽ നിനക്ക് വിൽക്കാം. പക്ഷേ ഈ സാധനം ഇന്നതാന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം കൊടുത്താൽ അത് തട്ടിപ്പാണ്. ഇത് തമ്മിൽ വ്യത്യാസമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ 10 രൂപയുടെ ആരും 100 രൂപയ്ക്ക് മേടിക്കില്ല. ഞാൻ ചുമ്മാ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അത് നിന്നിപ്പിക്കുന്ന സാധനത്തിൽ നിന്ന്, നിനക്ക് ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് നിനക്ക് കോസ്റ്റ് പ്ലസ് നീ പ്രോഫിറ്റ് എടുത്ത് ചെയ്താൽ നീ ബിസിനസ്സുകാരനാണ്. അത് നിനക്ക് 50% എടുക്കാം, 100 എടുക്കാം, 20 എടുക്കാം, നീ ബിസിനസ്സുകാരൻ. അതിനകത്ത് നിനക്ക് കൂടെ നിൽക്കുന്നവരോടോ അല്ലെ നിന്നോട് ഡീൽ ചെയ്യുന്നൊരു കമ്പനിയോടോ അൺഎത്തിക്കലായിട്ട് ചെയ്യാതെ ചെയ്യാനും ബിസിനസ് ചെയ്യാനും ഈ ലോകത്ത് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ എല്ലാവരും ടാക്സ് വെട്ടിക്കുന്നവരാന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ എല്ലാവരും പറ്റിക്കുന്നവരാണ്. ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥിതിയിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ പോരായ്മകൾ കൊണ്ടുള്ള വിഷയമാണ്. കാരണം നമുക്ക് ഒത്തിരി നൂലാമലകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഒരു ടാക്സ് സിസ്റ്റം ആർക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാർ വെട്ടിക്കും, അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കലാണ്. അല്ല ഇവൻ എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി കഴിയുമ്പോൾ അവന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അവനൊരു വണ്ടി മേടിച്ചാൽ അവൻ പെട്ടെന്ന് മുതലാളിയായി. കുറച്ച് പ്രീമിയം കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ടാക്സ് വെട്ടിക്കാൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു തെറ്റായ ഒരു ധാരണയാണ്. എത്തിക്കലായിട്ട് ഒരാൾക്ക് ഈ ലോകത്ത് ജീവിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ തന്നെ. ഞാൻ എന്നെ പറഞ്ഞതല്ല, പക്ഷെ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ആണ്. യൂണിസിസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അത് മറ്റുള്ള മേഖലകൾ, ബിസിനസ് മേഖലകളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി വിസാറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിലേക്ക് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്നത് വളരെ എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാരാണ്. വളരെയധികം ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നുള്ള എക്സ്പേർട്ടുകളാണ്. സെറ്റിലാവുക, അല്ലെ ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ഒരു കുട്ടി ലൈഫിൽ ഏറ്റവും സെറ്റിലും സെക്യൂറും ആയിത്തീരുക എന്നൊരു വിഷൻ ഉണ്ടാവുമല്ലോ സാർ? അതുണ്ടാകണമെങ്കിൽ നമുക്കുള്ള കോഴ്സുകളും നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറും വെച്ച് നമ്മൾ അവർക്ക് ബെസ്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ ഇൻ്റർനാഷണൽ നമുക്കുള്ള കമ്പനികൾ, നമുക്കിപ്പം പറഞ്ഞ കോൺട്രാക്റ്റിംഗ് ഡിവിഷനുണ്ട്. അവിടെ നമ്മൾ ട്രാൻസ്മിഷൻ ഹെവി ഡ്യൂട്ടി ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈന് ചെയ്യുന്ന 132 kV തൊട്ട് 380 kVയുടെ ലൈൻസ് വരെ ചെയ്യുന്ന അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ജോലി ചെയ്യുന്ന കോൺട്രാക്റ്റിംഗ് ഡിവിഷനുണ്ട്. അപ്പോൾ അവിടെ വരുന്ന കുട്ടികൾക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജോലിക്ക് പോകാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഡിവിഷനിലും നമുക്കിപ്പം ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഒരു കമ്പനി അബുദാബിയിലുണ്ട്. അപ്പോൾ പോകാൻ താല്പര്യമുള്ളവർക്ക്
IT കമ്പനികൾ സൗദിയിലുണ്ട്, ദുബൈയിലുണ്ട്, ബഹ്റിനുണ്ട്, ഖത്തറിലുണ്ട്, കുവൈറ്റിലുണ്ട്, ഒക്കെ മിഡിൽ ഈസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും പോകാനും പഠിക്കാനും അല്ലെങ്കിൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ അവർക്ക് തേടി പോകുമ്പം ഒരു ഇൻറ്റേൺഷിപ്പ് എടുത്ത് പോകാനും ഒക്കെയുള്ള അവസരങ്ങൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന വളരെ ചെറിയ സ്ഥാപനങ്ങളെ കേരളത്തിലുണ്ടാകത്തുള്ളൂ, ഇത്രമാത്രം വൈഡായിട്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് നമുക്കുണ്ട്. ഓരോ രാജ്യത്തെയും പൗരത്വത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ബിസിനസ്സിനെ ബാധിക്കാമല്ലോ. അപ്പം സാറിന് പല രാജ്യങ്ങളിലും ബിസിനസ്സുണ്ട്, അവിടത്തേക്ക് സിറ്റിസൺഷിപ്പിന് വലിയ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതും ഈ ബിസിനസ്സുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? സാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമുക്കിപ്പോൾ ഒരു അമേരിക്കൻ പാസ്പോർട്ട് എൻ്റെ കയ്യിലിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി പ്രിവിലേജസ് ഉണ്ട്. ഈസി ആയിട്ട്, ഫോർ എക്സാമ്പിൾ, ഇപ്പം എങ്ങോട്ട് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ ഒന്നും നോക്കണ്ട. എൻ്റെ പാസ്പോർട്ടും എനിക്കിപ്പോൾ എത്ര പാസ്പോർട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, അതിന് മാത്രമുണ്ട്. അപ്പം ഇത് വേണ്ട, ഇതൊഴിവാക്കാം. ആ പാസ്പോർട്ട് ഡോക്യുമെൻ്റ് മാത്രം കണ്ടാൽ നമുക്ക് വിസ എൻട്രി ചെയ്യാം. പിന്നെ നമ്മൾ ആ പാസ്പോർട്ട് കൊണ്ട് കൊടുക്കുമ്പം നമുക്ക് അതിനുള്ള പ്രിവിലേജ് ഉണ്ട്. എത്ര ആണ് നമ്മുടെ ഒരു ഗ്രേഡ് ഇൻ്റർനാഷണൽ പാസ്പോർട്ടിൻ്റെ നമ്പറിൽ നിൽക്കുന്നതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വിദേശത്ത് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള ആഗ്രഹിക്കുന്ന ഒരുപറ്റ ആളുകളുണ്ടാവും. ഇപ്പോൾ ക്യാൻറ്റൺ ഫെയർ പോലുള്ള സ്ഥലത്ത് പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ് കുറേ പേര് ചൈനയ്ക്ക് ഉണ്ടാവും, അവിടെ പോയി കണ്ടിട്ട്. അപ്പോൾ ഇതുപോലുള്ള ആളുകളോട് മോനെ ഇങ്ങോട്ട് വരണ്ടെന്നാണ് പറയണത്, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ നന്നാവും എന്നാണ് പറയുന്നത്, അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ സാറിന് ഏതാ ഉള്ളത്? ബിസിനസ് ഇപ്പം ഇവിടെ തന്നെ നമ്മൾ ആലോചിക്കാം, നമ്മൾ നിൽക്കുന്ന നാട് കേരളം മാത്രം 3.5 കോടി ജനങ്ങളിൽ ഒരു 3 കോടി ജനങ്ങളില്ലെങ്കിൽ ഒരു 2.8 അല്ലെ 3 കോടിയോളം അടുത്ത ആൾക്കാർ ഇവിടെ സ്ഥിരമായിട്ടുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ ഇതൊരു വലിയ മാർക്കറ്റാണ്. ഇന്ന് വിദേശത്തു നിന്നുള്ള ആൾക്കാരെ കൂടെ കൂട്ടിയാലും കേരളത്തിലെ പോപ്പുലേഷൻ അത്രേ വരുന്നുള്ളൂ. ഇന്ത്യയുടെ 4/3 പ്രദേശമുള്ള സൗദി അറേബ്യ, ഇന്ത്യയുടെ 4/3 വലിപ്പമുണ്ട്. അവിടുത്തെ പോപ്പുലേഷൻ കേരളത്തിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഫോറിനേഴ്സ്. അപ്പോൾ അവിടുത്തെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനാണ് നമ്മളെല്ലാം പോയി അവിടെ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3.5 കോടി ജനങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കണം. ഇവിടെ ഇനി ഒത്തിരി ഫെസിലിറ്റീസ് വേണം. ഇവിടെയും ബിസിനസ്സിന് സാധ്യതയുണ്ട്. അവിടെ വന്നാൽ അവിടെയും നല്ല നമുക്ക് US പോയി ചെയ്യാം, UK പോയി ചെയ്യാം. പൈസ കയ്യിലുണ്ടെങ്കിൽ എവിടെയും പോയി ബിസിനസ് ചെയ്യാം. ഇന്നത്തെ ലോകക്രമത്തിൽ എവിടെ പോയാലും സസ്റ്റൈനബിളായിട്ടൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലയൻറ്റ് റിലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവിടെയാണ് എത്തിക്സും വാല്യൂ ഒക്കെ മുമ്പ് ചോദിച്ച കാര്യം. ഇന്ന് നമ്മൾ ബിസിനസ് ചെയ്ത ആളുമായിട്ട് അടുത്ത 10 വർഷം നിനക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ നിനക്ക് എന്തുണ്ടാകണം? എത്തിക്സും വാല്യൂ ഇതൊക്കെ ഉണ്ടാകണം. എങ്കിലേ നിനക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരാളൊരു ബിസിനസ്സുകാരനാകണേ തന്നെ 10 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അവൻ നിലനിൽക്കുന്നുണ്ടെങ്കിലേ അവൻ്റെ ബിസിനസ്സുകാരനായുള്ളൂ. അതിനുമുമ്പ് വീണ് പോയാൽ അവൻ ക്രെഡിബിലിറ്റി. അപ്പോൾ ഇതുണ്ടായി പോണേൽ നമ്മളിപ്പോൾ ഇവിടെയാണേലും നമുക്കുള്ള ഒരു ക്ലയൻറ്റ് ഒന്നും വേണ്ട, നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ വീണ്ടും പോയി കഴിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു, നമ്മൾ ഹാപ്പിയാണ്. അതുപോലെ എന്ത് ബിസിനസ്സിനും നിങ്ങളൊരു ഡ്രസ്സ് മേടിക്കുമ്പോഴോ ഒരു ബ്രാൻഡ് മേടിച്ചു, അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ക്രെഡിബിലിറ്റി ഉണ്ടാകണമെങ്കിൽ അതിന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വാല്യൂ ഉണ്ടാകണം. നിങ്ങളുടെ ലൈഫിൽ ഒരു വാല്യൂ അഡീഷൻ അതിനുണ്ടാക്കാൻ പറ്റണം. വളരെ യങ് ഏജിൽ സൗദി പോലുള്ള ഒരു രാജ്യത്ത് പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. ഇനി വളർന്നു വരുന്ന ഏതെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങൾക്കോ കൊടുക്കാൻ പറ്റിയ ഒരു ഗ്രൂമിങ് ടിപ്പുണ്ടോ? ഏറ്റവും നല്ല ഗ്രൂമിങ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഡെഡിക്കേറ്റഡ് ആൻഡ് ഓൺലി വൺ സ്ലോഗനേ ഉള്ളൂ, വർക്ക് ആൻഡ് വർക്ക്. മനസ്സിലല്ലേ? നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നാളെ ഒരു ബിസിനസ്സുകാരനാകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ജോലി ചെയ്യുമ്പം നിങ്ങളിപ്പം നിങ്ങൾ ഒരിടത്ത് ജോലി ചെയ്തു, അത് എത്രമാത്രം സിൻസിയറായിട്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പം നിങ്ങൾ അറിയേണ്ടതും അറിയേണ്ടാത്തതുമായ എല്ലാ ഏരിയയും ബിസിനസ്സിൻ്റെ പഠിക്കും. നിങ്ങളതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് വേറൊരു ബിസിനസ് ആക്കാനുള്ള ഒരു നോളജ് നിങ്ങൾക്കുണ്ട്. ആ നോളജ് വേണ്ടേ? നിങ്ങൾ പുതുതായിട്ടൊരു കാര്യത്തിൽ ഇപ്പം എൻ്റെ മക്കളെ എൻ്റെ ബിസിനസ്സിൽ വന്ന് കയറുമ്പം ചിലപ്പോൾ അവർക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് കാണും. നിങ്ങൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ അസറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യുവർ ടൈം, യുവർ എഫേർട്സ്, യുവർ പുട്ടിങ് യുവർ സെൽഫ്
ഇൻ ടു ദാറ്റ് ബിസിനസ്. അപ്പോൾ അതാണ്, അതിന് തയ്യാറാണെങ്കിൽ യു വിൽ ബി സക്സസ്ഫുൾ. സാറിൻ്റെ മക്കൾ താല്പര്യത്തോടു കൂടി നമ്മുടെ കമ്പനിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്? ഇനി ലോ പ്രൊഫൈൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി നോക്കിയിട്ട് ജോലി നോക്കിയിട്ട് വരാനാണോ പറയണത്, അതെയോ ഡയറക്റ്റ് സാറ് ഏതെങ്കിലും പോസ്റ്റ് കൊടുക്കാനുള്ള ഒരു കാര്യമാണോ? എങ്ങനെയാണത്? അതിനെപ്പറ്റി പറഞ്ഞാൽ ഇപ്പം ഞാനിവിടുന്ന് ഒത്തിരി കുട്ടികളെ എൻ്റെ നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും, കുടുംബത്തിനേക്കാൾ നാട്ടിൽ നിന്നുള്ള ഒത്തിരി കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വേറെ ലോകമൊന്നും കാണാതെ നമ്മുടെ കൂടെ തന്നെ വരുമ്പം അവർ കാണുന്ന ലോകം അത് മാത്രമായി പോകും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരു പാഠം മനസ്സിലായി, ഒരിക്കലും മക്കളെ ഡയറക്റ്റ് ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അവർ മറ്റുള്ള കാര്യങ്ങൾ കാണണം, മറ്റുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ മോള് കഴിഞ്ഞ വേള ഇവർക്ക് ഗ്യാപ്പ് കിട്ടി അണ്ടർ ഗ്രാജുവേറ്റ് കഴിഞ്ഞ് ഇവിടെ വന്ന് നിന്നപ്പം ഞാനിവിടെ എറണാകുളത്ത് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഫീസിൽ ഒരു 3 മാസം 4 മാസമോ പോയി. അപ്പം പോയി കഴിയുമ്പം പുള്ളിക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഭയങ്കരമാണ്. കാരണം അവിടെ ഇപ്പം നമുക്കറിയാം കേരളത്തിലെ വലിയ ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസിലൊക്കെ 10, 50, 100 കുട്ടികളാണ് CA ഇൻറ്റേൺഷിപ്പിന് വരുന്നത്. അപ്പോൾ അവർ കോളേജ് പോലെ വെളിയിൽ പോകുന്നു, വെളിയിൽ പിന്നെ ഓഡിറ്റിങ്ങിന് പോകുന്നു, ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകുന്നു. അപ്പം മൾട്ടിപ്പിൾ ബിസിനസ് അതെങ്ങനെ പോകുന്നു, ഓരോ ക്ലയൻറ്റിൻ്റെ അടുത്തും പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കും. അങ്ങനെയുള്ള ഒരു എക്സ്പോഷർ കൊടുത്തു. ഇപ്പോൾ അവർ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞേക്കാണ്, നിർബന്ധമായിട്ടും അവർ വെളിയിൽ മോള് പോകണം. മോന് കഴിയുമ്പോൾ അവനെയും വിട്ടിട്ട് മാത്രമേ കമ്പനി കയറത്തുള്ളൂ. കാരണം അത് അവർക്ക് എങ്കിലേ അവർക്കൊരു ഐഡിയ ഉണ്ടാകത്തുള്ളൂ. വാട്ട് ഇസ് എൻ ഓർഗനൈസേഷൻ. അത് പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല ഓർഗനൈസേഷൻ പോകണം. ഇവിടെ നിന്ന് തന്നെ ചെറിയ കുട്ടി ബിസിനസ്സുകൾ ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് സ്റ്റഡീസ് കഴിഞ്ഞ് എബ്രോഡ് പോയി അവിടെ ബിസിനസ് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കുറേ ചാലഞ്ചസ് ഒക്കെ സാറ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഫേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഈ യൂണിവേഴ്സിസ് എന്ന് പറയുന്നൊരു വലിയ സാമ്രാജ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്ക് ഇതുപോലെ ചലഞ്ചസിൽ കൂടെ കടന്നു പോയാൽ മാത്രമേ സക്സസ് ആകാൻ പറ്റുള്ളൂ. ഇത് ബിസിനസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളിൽ ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കലും വാങ്ങലും അറിയണം. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ അപ്പുറത്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബിസിനസ്സുകാരനാക്കിയത് ചിലപ്പം പാമ്പാടിയിലെ ചന്തയായിരിക്കും എന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ വീട്ടിലുള്ള തേങ്ങായും മാങ്ങായും വാഴക്കുലയൊക്കെ കൊടുക്കാൻ നമ്മൾ മാർക്കറ്റിൽ പോവും. അത് ബാർഗെയിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അപ്പുറത്തെ മാർക്കറ്റിൽ പോയിട്ട് മീനും പച്ചക്കറിയും എല്ലാം മേടിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് സ്കൂൾ ടൈം തന്നെ തുടങ്ങി. അപ്പോൾ അവിടെ നമ്മൾ വിൽക്കാൻ പഠിച്ചു, അപ്പുറത്ത് പോയി മേടിക്കാൻ പഠിച്ചു, ഇതിൻ്റെ കണക്കറിഞ്ഞു, ഇത് വീട്ടിൽ കൊണ്ട് അപ്പനെ ബോധിപ്പിക്കാൻ പഠിപ്പിച്ചു. മനസ്സിലല്ലേ? അപ്പം ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിൽ പലർക്കും ഇവർ ജോലി ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, പാർട്ട് ടൈം ജോലിക്ക് പോകണം പഠിക്കുന്ന സമയത്ത് 18 വയസ്സ് കഴിഞ്ഞ് എന്നുള്ളൊരു കൺസെപ്റ്റ് യൂറോപ്പും അമേരിക്കയൊക്കെ വെച്ചേക്കുന്നതിൻ്റെ കാര്യം, അവരവിടെ ക്രയവിക്രയങ്ങളെല്ലാം പഠിക്കും. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി അതിൽ നിന്നെടുത്ത് ചിലവാക്കുന്നതിൻ്റെ പെയിനും ആ കൊടുക്കലും വാങ്ങലും അല്ല ഒരിടത്ത് ജോലി നിൽക്കുമ്പം അതിൻ്റെ റെസ്പോൺസിബിളായിട്ട് എണീറ്റ് ഒരു ടൈമിൽ പോയി അവരത് അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്ന് കിടന്ന് പിറ്റേ ദിവസവും ചെയ്യാൻ പോകണമെങ്കിൽ അവന് 18-നും 19-നും ഒക്കെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. ഈ ട്രെയിനിങ്ങുകളെല്ലാം അവനെ ഒരു ബിസിനസ്സുകാരനാകും പ്രാക്ടിക്കലായിട്ട്. അപ്പം നമുക്ക് അനുഭവങ്ങൾ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. അനുഭവങ്ങളില്ലാതെ ബിസിനസ് ചെയ്യുമ്പം നമ്മുടെ എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കണം ആ ബിസിനസ്സിൽ. ഏതാ നമ്മളിപ്പം നമുക്ക് നല്ല ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ജോലിയിലോ അല്ലെ അറിവുള്ള ഒരു കാര്യമോ നമ്മൾ ചെയ്താൽ അതും സക്സസ് ആകും. അതിൻ്റെ സ്ട്രഗിള് വേണമെന്നുള്ളത് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ യൂണിസിസ് എന്ന് പറയുന്ന ഒരു വലിയ സാമ്രാജ്യം ഇനിയും ഒരുപാട് ഹൊറിസോൺസ് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഓക്കെ, നന്ദി സാർ. സാറേ, വിസാറ്റിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കൂടുതൽ പ്ലേസ്മെന്റ് കൊടുക്കാൻ സാറിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.